മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ തലമുറകളുടെ നല്ല ഭാവിക്കായി നിങ്ങൾ അറിയേണ്ടത് ഒന്നാമതായി തലമുറയെ ഉയർത്തുന്നത് ദൈവമാണെന്ന് മറന്നു പോകരുത്. പലരുടെയും ധാരണ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എല്ലാം ആയി എന്നുള്ളതാണ്. എന്നാൽ വിദ്യാഭ്യാസം ഒരിക്കലും ഒരാളെയും ഉയർത്തുന്നില്ല. ബൈബിൾ കൃത്യമായി പറയുന്നു, ദൈവമാണ് ഒരുത്തനെ ഉയർത്തുകയും മറ്റൊരുത്തനെ താഴ്ത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ദൈവം നൽകുന്ന ഉയർച്ചകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ ദൈവമായുള്ള ബന്ധത്തിൽ തലമുറ പണിയപ്പെടുമെങ്കിൽ ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വാസ്തവമായി അനുഗ്രഹിക്കും. വചന പഠനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉയർച്ച ഉണ്ടാക്കുക തന്നെ ചെയ്യും. അപ്പോൾ തലമുറകളെ ഉയർത്തുന്നത് ദൈവമാണ്. വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം ആയി എന്നുള്ള ചിന്തകളല്ല, തലമുറകളെ ഉയർത്തുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവത്തിന് അനുസൃതമായ ജീവിതചര്യകളിൽ അവരെ വളർത്തുവാൻ ശീലിക്കുക. അതേ, ജീവിതയാത്രയിൽ കൂടെയിരിക്കുന്നത് സർവശക്തനായ കർത്താവാണ്. അപ്പോൾ രണ്ടാമതായി പറയുകയാണ്, ജീവിതയാത്രയിൽ കൂടെയിരിക്കുന്നത് സർവശക്തനായ കർത്താവാണ്. നാം മാതാപിതാക്കന്മാരായിരിക്കുന്ന നമുക്ക് അവരെ സംരക്ഷിക്കുവാൻ പല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. പക്ഷേ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് അവർ ആയിരിക്കുമ്പോൾ അവിടെ ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടുന്ന സംരക്ഷണം നൽകുന്നതും അവരുടെ കൂട്ടുകാരിയായി തീരുവാൻ കഴിയുന്നതും യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതേ, യേശുവിൻ്റെ സാന്നിധ്യമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ധന്യകരമാക്കുന്നത്. അപ്പോൾ ദൈവത്തിലുള്ള ആശ്രയവും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും ഒക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുവാൻ നിങ്ങൾ ശീലിക്കുക. മൂന്നാമതായി ജീവിതത്തിൻ്റെ അർത്ഥവും വിലയും മനസ്സിലാക്കുക. എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്തെന്നും അതിൻ്റെ വില എന്താണെന്നും ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ അറിയണം. അവരെ ബോധവാന്മാരാക്കണം. അതേ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കുക എന്നതൊക്കെ നമ്മുടെ മുൻപിൽ ആ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നല്ല ഭാവി നമ്മൾ സ്വപ്നം കാണുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണികൾക്ക് വേണ്ടി കൂടി അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ, അവരിൽ ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ കഴിയണം. അവിടെ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും എന്നുള്ളതായ കാര്യങ്ങൾ കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ മറക്കരുത്. നാലാമതായി സ്നേഹവും മാതൃകയും ആവശ്യമാണ്. മാതാപിതാക്കന്മാർ നന്നായി ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നൽകേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം നൽകിയാൽ മാത്രമേ ആ സ്നേഹം നമുക്ക് തിരികെ കിട്ടുകയുള്ളൂ. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാൻ ഓടി നടക്കുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള സമ്പാദ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ, അവരുടെ ഭാവി സുരക്ഷിതമാകുവാൻ, അവരുടെ ഭാവി ധന്യകരമാകുവാൻ ഈ ലോകപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നാം നെട്ടോട്ടം ഓടുമ്പോൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. പല മാതാപിതാക്കന്മാരും തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ മറന്നുപോകുന്നു. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, നല്ല സ്നേഹത്തിലൂടെ അവരെ വളർത്തിയെടുക്കുക. എല്ലാ കാര്യങ്ങളും കൊടുക്കുമ്പോൾ തന്നെ സ്നേഹം കൊടുക്കുന്നവരായി തീരണം. അങ്ങനെയെങ്കിൽ മാത്രമേ ആ സ്നേഹം നമുക്ക് തിരികെ ലഭിക്കുകയുള്ളൂ. അഞ്ചാമതായി സുരക്ഷിതത്വം ഉറപ്പാക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയായാലും അവരുടെ സുരക്ഷിതത്വം, അവരുടെ ഭാവി, അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ ദിനചര്യകൾ, അവരുടേതായ ചിട്ടയായ കാര്യങ്ങൾ, അവരുടെ പഠനം, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കയ്യെത്തുന്ന ദൂരത്തിൽ അകലെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ അവർ സാമൂഹ്യമായിട്ടുള്ള വിപത്തുകളിലേക്കൊന്നും പോകാതെ എപ്പോഴും അവർക്ക് വേണ്ടുന്നതായ സുരക്ഷിതത്വവും അവരെക്കുറിച്ചുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വവും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നല്ല ഭാവിക്കായി ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാരാണെങ്കിൽ നിശ്ചയമായി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തലമുറകൾക്ക് വേണ്ടി കരയുക, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവരെ സമർപ്പിക്കുക. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുക. സൺഡേ സ്കൂൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ അവരെ വ്യാപൃതരാക്കുവാൻ ശ്രദ്ധിക്കുക. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനകളിലും ദൈവസഭകളിൽ നടക്കുന്ന കൂട്ടായ്മകളിലും ആത്മീയ കൂടിവരവുകളിലൊക്കെ അവരെ കൊണ്ടുപോകുവാൻ വാസ്തവമായി അതിനുള്ളതായ ഉത്തരവാദിത്തം കാണിക്കുക. ഇന്ന് അനേക തലമുറകൾ നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് നാം കാണുവാൻ ഇടയാകുന്നത്. എന്നാൽ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പോകാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വവും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണവും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്നേഹവും ഒക്കെ ഏറ്റവും വലുതാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ അവരെ സമർപ്പിച്ച് മുൻപോട്ട് പോവുക. നല്ല മാതൃകയുള്ള ദൈവരാജ്യത്തിന് വേണ്ടി ദൈവഹിതത്തിൻ്റെ പ്രകാരം വളർത്തിയെടുക്കുന്ന നല്ല കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന നല്ല അനുഭവമുള്ളവരായി തീരുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കൃപയും ശക്തിയും മഹത്വം എല്ലാം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.